നമ്മളെ ഒരു വണ്ടി മേടിക്കുമ്പോൾ ആദ്യം മേടിക്കേണ്ട ആക്സസറി മേടിക്കേണ്ടത് എന്തായാലും ആദ്യം വാങ്ങേണ്ട ആക്സസറി എന്ന് പറയുന്നത് ഡാഷ് ക്യാമറ ഞാൻ പറയും. ഈ വണ്ടിക്ക് ഡാഷ് ക്യാമറ ഇല്ല, ഡാഷ് ക്യാമറ വെക്കണം. എന്തായാലും ഡാഷ് ക്യാമറ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ റോട്ടിൽ നമ്മൾ ഇറങ്ങി ഒരു അപകടമുണ്ടായാൽ നമുക്കാണ് ആദ്യം കിട്ടുക. വലിയ വണ്ടിയാണ്, അത് ബൈക്കാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വണ്ടികളാണെങ്കിലും കൈവയ്ക്കുള്ളവൻ പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ നമുക്കൊരു തെളിവ് വേണം. ആ തെളിവിനായിട്ടെങ്കിലും ഒരു ഡാഷ് ക്യാം വേണമെന്ന് പറയും. അപ്പോൾ പിന്നിലും മുന്നിലും വേണമെന്ന് ഞാൻ പറയില്ല, അറ്റ്ലീസ്റ്റ് മുന്നിലെങ്കിലും ഡാഷ് ക്യാമറ നിർബന്ധമാണ്. അപ്പോൾ ഒരു കാർ വാങ്ങുമ്പോൾ നിങ്ങൾ ഫ്ലോർ മാറ്റോ ടെഫ്ലോൺ കോട്ടിങ്ങോ സെറാമിക്കോ PPF എന്തുകൊണ്ട് ചെയ്തു അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഡാഷ് ക്യാം മേടിച്ച് വണ്ടിയിൽ ഒട്ടിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഡാഷ് ക്യാം എന്ന് പറയുന്നത് ലക്ഷറി അല്ല, അത്യാവശ്യമാണ്, നെസസിറ്റിയാണ്. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു ഭാഗം തെളിയിക്കണം. അപ്പോൾ ബഡ്ജറ്റിൽ കയ്യിലൊതുങ്ങുന്ന വിലയ്ക്ക് കിട്ടുന്ന ഡാഷ് ക്യാമുകൾ ഏതാ ചോദ്യങ്ങൾ എനിക്ക് കുറേ വരാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഒരു 3 ബ്രാൻഡുകൾ CP പ്ലസ്, ക്യൂബോ അതല്ലെങ്കിൽ ബോട്ട് എന്നീ 3 ബ്രാൻഡുകളുടെ ഡാഷ് ക്യാം മേടിച്ചിട്ടാണ്. ഈ 3 ഡാഷ് ക്യാമുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും പറയാനുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഈ 3 ഡാഷ് ക്യാം ഞാൻ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 3 ഡാഷ് ക്യാമിൻ്റെ വിഷ്വൽ കാണിച്ചിട്ട് ഏതാണ് നല്ലതെന്നും ഏത് വാങ്ങിയാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, അതായത് വാല്യൂ ഫോർ മണി എന്നുള്ള നിലയ്ക്കും ക്വാളിറ്റി എന്നുള്ള നിലയ്ക്കും ഉപകാരമാവുക എന്നുള്ള നിലയ്ക്കുമൊക്കെ കാണാവുന്ന ഡാഷ് ക്യാം ഏതാണ് എന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. ശരി, അപ്പോൾ എന്തായാലും ഈ 3 ക്യാമറകൾ ഞാൻ ഒട്ടിക്കണം, ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഡ്രൈവ് പോകാം. ഏതൊരു സംഗതിയും പോലെ ഒരു ഡാഷ് ക്യാം വാങ്ങുമ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത് ഫിറ്റ് ഇറ്റ് ഫോർഗെറ്റ് ഇറ്റ് എന്നുള്ള കാര്യമാണ്. അത് ഫിറ്റ് ചെയ്യുക, പിന്നെ അത് മറന്നു കളയുക, പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം അതിൻ്റെ വിഷ്വൽ എടുക്കണമെങ്കിൽ മാത്രം അതിൻ്റെ മുകളിലേക്ക് നോക്കാനുള്ളതാണ്. ഡാഷ് ക്യാം ഉണ്ടെന്ന് പോലെ അറിയേണ്ട കാര്യമില്ല. ആ തരത്തിലുള്ള ഡാഷ് ക്യാമുകളായിരിക്കണം നമ്മൾ ആശ്രയിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്യൂബോയുടെ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡിസൈനാണ്. പ്രാക്ടിക്കൽ ആൻഡ് പ്രീമിയം എന്ന് പറയാം. ഇപ്പോൾ സേഫ്റ്റി ആണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാഹചര്യം വരെയാണ് അകത്ത് റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ആണ് അല്ലെങ്കിൽ അകത്ത് എന്തെങ്കിലും കാര്യത്തിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ക്യാമറ ഫിക്സ് ചെയ്തേക്കായിരിക്കും. അപ്പോൾ ഇതിന് 360 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് തിരിച്ചാൽ നമുക്ക് അകത്തെ ആ ഒരു കാര്യം കൂടി റൊട്ടേറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് ക്യൂബോയുടെ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകതയാണ്. ഈ ബോട്ടിൻ്റെ ഡാഷ് ക്യാമോ ഇത് മോഡേൺ ലുക്കാണ്, കാണാൻ സിമ്പിളാണ്. മാത്രമല്ല ഇത് വിൻഷീൽഡിൽ ക്ലീൻ ആയിട്ടിരിക്കും. പക്ഷേ ഇത് വെച്ചാൽ ആ വെച്ച ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും നടക്കില്ല, അത്രേ ഉള്ളൂ. പക്ഷേ നല്ല ക്യാമറയാണ്. ഈ CP പ്ലസ് ഉണ്ടല്ലോ, ഇത് കണ്ടാൽ തന്നെ ഒരു സെക്യൂരിറ്റി ക്യാമറ എന്ന് മനസ്സിലാവുന്ന ഡിസൈനാണ്. ഓക്കെ, ഇത് ഫങ്ഷണലാണ്. പക്ഷേ ഇത് കാരണം എന്താ വെച്ചാൽ വലിയ പ്രീമിയം ലുക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സംഗതി ഈ ക്യാമറ കേട്ടോ, ഇതാണ് CP പ്ലസിൻ്റെ ഡാഷ് ക്യാം. ഇത് ഫിക്സഡ് ആയിട്ട് വയ്ക്കുമ്പോൾ ഇത് ഗ്ലാസിൻ്റെ മുകളിൽ വെച്ച് നമുക്കിങ്ങനെ തിരിച്ചൊക്കെ വയ്ക്കാനൊക്കെ കുറച്ച് ടൈറ്റൊക്കെയാണ്. ഓക്കെ, ആ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നില്ല ഇതിൻ്റെ ഒരു ക്യാമറയുടെ ക്വാളിറ്റിയിൽ. ഓക്കെ, നമ്മൾ ഡാഷ് ക്യാം വാങ്ങുന്നത് എന്തിനാ? തെളിവിനാണല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്ന് ഇടിക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ ക്യാമറ ആണ് അതാ ഉപയോഗം. ബോട്ടിൻ്റെയും ക്യൂബോയുടെയും 1296p എന്ന റെസൊല്യൂഷനിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്യൂബോയുടെ ഡീറ്റെയിൽസ് ഷാർപ്പാണ്, കളർ നാച്ചുറലാണ്. പക്ഷേ ബോട്ടിൻ്റെ ഫുട്ടേജ് ഉണ്ടോ ഒരിത്തിരി ഡിമ്മായിട്ട്, ഒരിത്തിരി ലോ ആയിട്ട് തോന്നി, ഈവൻ സെയിം റെസൊല്യൂഷൻ ആണെങ്കിലും. CP പ്ലസ് 1080p ആണ്. ഓക്കെ, അത് യൂസബിൾ ആണ്. പക്ഷേ സൂം ചെയ്യുമ്പോൾ അത് പിക്സൽസ് വിളിക്കുന്നത് കാണാം, പിന്നെ ഒരിത്തിരി ഗ്രെയിൻസും ഉണ്ട്. എന്തായാലും റിയൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നൈറ്റ് പെർഫോമൻസിലാണ്. ഈ ക്യൂബോയിൽ നൈറ്റ് പൾസ് ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓൺകമ്മിങ് ട്രാഫിക്കിൻ്റെ അല്ലെങ്കിൽ ഓൺകമ്മിങ് ഹൈ ബീമിൻ്റെ ഗ്ലെയറിനെ നന്നായി കൺട്രോൾ ചെയ്യുന്നതാണ്. ബോട്ട് പകൽ കൊള്ളാം, പക്ഷേ ഓവർ എക്സ്പോസ് ആയിട്ട് നൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഹെഡ്ലൈറ്റ് വാഷ് ഔട്ടെന്ന് കാണാം. ബോട്ടിൻ്റെ ലോഗോ തല തിരിഞ്ഞിരിക്കുന്നത് അതിന് ക്യൂബോയുടെ പോലെ ആപ്പിൽ വിഷ്വൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ക്യാമറകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൂടാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ടെക് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഗാഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയാറുണ്ട് എന്നുള്ളത്. നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ എന്ന് പറയുന്നത് 70-80 ഡിഗ്രിയൊക്കെ ചൂടാവും നല്ല വെയിലത്ത് നിർത്തുമ്പോൾ. കൂളിംഗ് ഫിലിം ഉണ്ടെങ്കിലും ചൂടാവാറുണ്ട്. അങ്ങനെ ചൂടാകുമ്പോൾ ബാറ്ററി ബേസ് ചെയ്തിട്ടുള്ള ഡാഷ് ക്യാമുകളാണെങ്കിൽ അതിൻ്റെ ബാറ്ററി ചൂടാവാനും, ബാറ്ററി ചൂടാവാൻ മാത്രമല്ല ബാറ്ററി പൊള്ളയ്ക്കാനും സെല്ല് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴേ ഈ ക്യൂബോയുടെ ക്യാമറയ്ക്ക് ഹീറ്റ് ഒരു പ്രശ്നമില്ലാതെ പറയാം. കപ്പാസിറ്റർ അഥവാ ക്യൂബോ യൂസ് ചെയ്യുന്നത് സൂപ്പർ കപ്പാസിറ്ററാണ് ബാറ്ററിക്ക് പകരം. അതുകൊണ്ട് തന്നെ ചൂടിനെ പേടിക്കേണ്ട, അതായത് ബാറ്ററി പൊട്ടിത്തെറിക്കുമെന്നോ അല്ലെങ്കിൽ ബാറ്ററി ചൂടാവുമെന്നോ ബാറ്ററി സെല്ലിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ ക്യൂബോയുടെ സൂപ്പർ കപ്പാസിറ്റർ 20 ഡിഗ്രി മുതൽ 85 ഡിഗ്രി വരെ ചൂടിനെ ചെറുക്കുന്ന പറയുന്നത്. ഇപ്പോൾ CP പ്ലസ് അല്ലെങ്കിൽ ഈ ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ബാറ്ററിയാണ്. ബാറ്ററി ഒരു പ്രശ്നമാണെന്നല്ല പറയുന്നത്. ബാറ്ററി യൂസ് ചെയ്യാനൊന്നും കുഴപ്പമില്ല, ബാറ്ററിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ഷോർട്ട് പീരീഡൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷേ 3-4 വർഷം അല്ലെങ്കിൽ 5-6 വർഷമൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച് വാങ്ങുന്ന ഒരു ക്യാമറയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സൂപ്പർ കപ്പാസിറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റർ ബേസ്ഡ് ക്യാമറയാണ് കൂടുതൽ അനുയോജ്യമാവുക. പിന്നെയുള്ളത് സ്റ്റോറേജാണ്.
ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് ദൂരം മാത്രം യാത്ര ചെയ്യുന്ന ആളുകളാണ്. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഡാഷ് ക്യാം വർക്ക് ചെയ്യുന്നത്. ഓരോ ഫുട്ടേജും ആ സമയം കഴിയുമ്പോൾ ഓവറേറ്റ് ചെയ്യും. ഇപ്പോൾ 2 GB ആണെങ്കിൽ 2 GB ഫുട്ടേജ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വീണ്ടും ഓവറേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഡാഷ് ക്യാമാണ് കൂടുതൽ യാത്ര ചെയ്യുന്നവർക്കും ദൂരയാത്ര ചെയ്യുന്നവർക്കും ട്രിപ്പുകളൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടത്. ഈ 2 ക്യാമറകളും 256 വരെയാണ് SD കാർഡ് സപ്പോർട്ട് ചെയ്യുക. ക്യൂബോയ്ക്ക് അത് 1 TB ആണ്. അപ്പോൾ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ഓവറേറ്റ് ആവില്ല, കുറച്ചധികം ഫുട്ടേജ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഹാർഡ്വെയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സോഫ്റ്റ്വെയറും. ഈ സോഫ്റ്റ്വെയർ നോക്കിയേ, ക്യൂബോ ഇന്ത്യ ബ്രാൻഡാണ്, ഹീറോ ഗ്രൂപ്പിൻ്റെ ബ്രാൻഡാണ്. ഇവരുടെ ആപ്പ് വെൽ സ്ട്രക്ചേർഡ് ആണ്. ട്രിപ്പൊക്കെ ഓർഗനൈസ് ചെയ്തേക്കുന്നത് ഡേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഈസി ആണെന്നുള്ളതാണ്. ഈ ബോട്ടിൻ്റെ CP+ൻ്റെ ആപ്പൊക്കെ ഒരു ഇത്തിരി കൂടി ജനറിക്കായിട്ട് ഫീൽ ചെയ്തു. ഈവൻ ബോട്ടിൻ്റെ ആപ്പിൽ ഞാൻ CP+ കണ്ടു. സോ 2 ആപ്പ് ഉണ്ടാക്കിയത് ഒരാളാണെന്ന് സംശയമുണ്ട്. എന്തായാലും അതത്ര സ്മൂത്തല്ല, ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ട് നല്ല കഷ്ടപ്പെട്ടു. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു ആപ്പാണ്. ഒരു അപകടത്തിൽ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുമ്പോൾ എന്താണ് വേണ്ടത്? ഈസി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പും വേണം. ഇപ്പോൾ ഇതിൻ്റെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഏത് ക്യാമറ സജസ്റ്റ് ചെയ്യുമെന്നാണെങ്കിൽ, നിങ്ങൾ നോക്കുന്ന ഒരു എൻട്രി ലെവൽ ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു CP+ അത്യാവശ്യം നല്ല ചോയ്സാണ്. അതല്ല, ഒരു ഇത്തിരി സ്റ്റൈലിഷ് ആയിട്ടൊരു ക്യാമറ വേണം, ഒരു മാറ്റ് ഫിനിഷൊക്കെയാണ് വേണ്ടതെങ്കിൽ ബോട്ടിലേക്ക് പോകാം. അതല്ല, ഒരിത്തിരി വെർസറ്റൈൽ ആയിട്ടുള്ള എന്നാൽ കുറച്ചധികം യൂസ് കേസുകളുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല നൈറ്റ് വിഷനുള്ള ഇതിൻ്റെ ഒരു സൂപ്പർ കപ്പാസിറ്റിൻ്റെ സഹായമുള്ള ഒരു ക്യാമറയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ക്യൂബോയുടെ ഈ ഒരു ക്യാമറയാണ് നിങ്ങൾക്ക് ചേരാന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് കരുതാണേ. എന്തായാലും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കൂ. ക്യാമറ മാത്രം പോരല്ലോ. അപ്പോൾ ചൂസ് വൈസ്ലി. അതുകൊണ്ട് വീണ്ടും വരാം. ശരി.